ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞ ആ ഒരു തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ, അതായത് തനിക്കും തൻ്റെ പ്രിയപ്പെട്ടവളായ വൈജയന്തിയിലും തനിക്ക് പിറന്ന മകൾ ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസ്ഥ എനിക്കും വൈജയന്തിക്കോ, ഞങ്ങളുടെ രക്തത്തിൽ ഉള്ള ഞങ്ങളുടെ മകളോ, അത് ഒന്ന് കേട്ട് അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സ്റ്റാൻലി അതിനെ പതിയെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ കുഞ്ഞിനെ കാണാനുള്ള ഒരു വെമ്പൽ സ്റ്റാൻലിയുടെ ഉള്ളിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്ത് ഇങ്ങനെ പോന്നു, വീട്ടിലെത്തുകയാണ്. നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ വീട്ടിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ആദ്യം ഒന്ന് കൺഫേം ആക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്റ്റാൻലി വളരെ ക്ലിയർ ആയിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന സ്റ്റാൻലി അലീനയെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്, അലീനയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ച് ഗോവർദ്ധനൊത്ത് തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. വരുന്ന സമയത്ത് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ബാലേട്ടാ ഇതെന്തൊരു വീടല്ലേ, ഒരു വല്ലാത്തൊരു അന്തരീക്ഷം, മനസ്സിനൊരു വല്ലാത്ത ഭയപ്പാട് പോലെയൊക്കെ, എന്താ അല്ലേ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വലിയൊരു കോമ്പൗണ്ടിനകത്ത് ഇത്രയും വലിയൊരു വീടും കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ഭയവും നെടുവീർപ്പൊക്കെ തോന്നാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ അടുത്ത് ഗോവർദ്ധനം വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഈ വലിയ വീട്ടിൽ ബാലേട്ടൻ ആരെ കാണാനാണ് പോയത്, അവിടെ ആളെ പോയി കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മറുപടിയായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആരെയാണോ കാണാനായിട്ട് ഉദ്ദേശിച്ച് പോയത് ആ ആളെ കാണുകയും ചെയ്തു, പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയും ചെയ്തു ഗോവർദ്ധന എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സംഭവിക്കാൻ പോണത് എന്താണെന്ന് നിനക്കറിയണ്ടേ, ഈ വീട്ടിൽ നിന്നൊരു വലിയൊരു ഭൂതം നമ്മുടെ വീട്ടിലോട്ട് വരും. അവിടെ ഒരു ഭൂതം ഉണ്ടല്ലോ, ഈ ഭൂതങ്ങൾ തമ്മിൽ ഒന്ന് കണ്ട് ഏറ്റുമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഗോവർദ്ധനം ചോദിക്കും, എൻ്റെ പൊന്നും ബാലേട്ട, എനിക്ക് അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണം, ബാലേട്ടൻ ഒന്ന് കാര്യങ്ങൾ തെളിച്ച് പറ. അപ്പോൾ പറയാം, ഇതിലിനി പ്രത്യേകിച്ച് നീ അറിയാനായിട്ടൊന്നുമില്ല, നിൻ്റെ കണ്ണിൽ കാണാൻ പോകുന്നേ നിൻ്റെ ചെവിയിൽ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ താമസിയാതെ തന്നെ നിൻ്റെ അടുത്ത് എത്തും ഗോവർദ്ധന, നീ സമാധാനപ്പെടുന്നു പറയും. അങ്ങനെ അവർ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ്. എത്തുമ്പോൾ തന്നെ നമ്മുടെ അലീന ഓടി ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്ത്. അച്ഛാന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട്. ഡോറൊക്കെ തുറന്ന് ബാലേന്ദ്രൻ അകത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ പറയും, വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ് മോളെ വന്നേക്കുന്നത്, നല്ല ക്ഷീണമുണ്ട്, അച്ഛനെ എന്താ വേണ്ടേ, പോയ കാര്യങ്ങളൊക്കെ നടന്നോ, പോയ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, അച്ഛൻ എന്താ വേണ്ടേ, കഴിക്കാൻ വേണോ അതോ കുടിക്കാനോ, എന്താ വേണ്ടേ, നീ നിൻ്റെ കൈ കൊണ്ടേ നല്ല സ്ട്രോങ് ഒരു ചായ ആദ്യം കൊണ്ടുവരാൻ പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന പോവാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ രോഹിത്ത് അടുത്തോട്ട് വരികയാണ്. രോഹിത്ത് വന്നിട്ട് ചോദിക്കും, അല്ല അച്ഛൻ ഇത് എത്ര ദിവസത്തെ ട്രിപ്പാണ് പോയത്, പോയി 2-3-4 ദിവസം എടുത്തുവിടാം മോനെ, എന്തായി നിങ്ങളുടെ ട്രിപ്പൊക്കെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ട്? അവിടെ അടിപൊളിയായിരുന്നു വെച്ചാ, നമ്മുടെ കൃഷ്ണമോളെയും ബബിതേനെയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ അലീന ചേച്ചി പാടഞ്ചും പെട്ടു, നല്ല അടിപൊളി വീടും നല്ല ആൾക്കാരും നല്ല പെരുമാറ്റവും, എന്താ അല്ലേ അവിടെ ഭയങ്കര രസം അച്ഛാന്ന് പറഞ്ഞു. അല്ല അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ലെന്ന് ചോദിക്കും. എനിക്കിഷ്ടപ്പെട്ടു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഇത് നമ്മളെ വീട്ടിലെക്കാട്ടിലും എന്ത് നല്ല ഒരു വൈബാണ് അവിടെ ഒരു പ്രത്യേകത തന്നെ വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് അവരെക്കുറിച്ചും മാമച്ചനെക്കുറിച്ചും ഗ്രേസമാൻറ്റിയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലായി പിള്ളേർക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബബിതയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യൽ. അപ്പോൾ ബബിത വന്നിട്ട് ചോദിച്ചു, അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്, സാധാരണ ബിസിനസ് ആവശ്യമാണെങ്കിൽ അച്ഛൻ ഇന്ന് പോയാൽ നാളെ വരും,
വരും. ഇത് വേറെന്തോ ആവശ്യമാണല്ലോ, ഇത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കൂടെയൊക്കെ ആയിട്ടാണ് പോയത് മോളെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ അലീന ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ബാലചന്ദ്രൻ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ചെല്ലുകയാണ്. കൃഷ്ണമോളുടെ വൈബൊന്ന് വേറെയാണല്ലോ. കൃഷ്ണമോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാനായിട്ട്, ഇപ്പോൾ അച്ഛൻ ബിസിയാണോ, ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യം ചോദിക്കാനായിട്ടാണെന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുകയാണ് കൃഷ്ണമോള്. എന്താടി മോളെ പറഞ്ഞോ, അച്ഛൻ എങ്ങോട്ടാണ് പോയത്, സത്യം പറ. അച്ഛൻ ബിസിനസ് ആവശ്യത്തിനൊന്നുമല്ല പോയതെന്ന് എനിക്കറിയാം, അച്ഛനോട് സത്യം പറഞ്ഞേ പറ്റുള്ളൂ എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോള് പറയണ്. ഞാൻ പറയാടി മോളെ, കാരണം എല്ലാവരെക്കാട്ടിലും കൃഷ്ണമോൾക്ക് കാര്യങ്ങളെല്ലാം, അലീനയുടെ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളത്. കാരണം ബബിതയ്ക്കും രോഹിത്തിനും ആണല്ലോ അലീനയുടെ കാര്യങ്ങൾ അറിയാത്തത്. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃഷ്ണമോൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അലീനയുടെ ആവശ്യമായിട്ടാണ് മോളെ പോയെന്ന് പറയാം. അലീന ചേച്ചിയുടെ ആവശ്യം? അതെ, അലീന ചേച്ചിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അതൊരു ജോലി തന്നെയാണ്. ഞാൻ പോയത് പുനലൂർക്കാണെന്ന് പറയും. പുനലൂർക്കോ? അവിടെയും ഇതുപോലത്തെ ജോലിയാണോ വെച്ചാൽ അലീന ചേച്ചിക്ക്? വീട്ടിലെ പണിയൊക്കെയാണോ? വീട്ടിലെ പണിയൊന്നുമല്ല, എന്നാലും ഒരു പണിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവളുടെ ആവശ്യത്തിന് ഞാൻ പോയി, കാണേണ്ട ആളെ കണ്ടു, സംസാരിച്ചു, എന്നിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ. അപ്പം കൃഷ്ണമോള് അതൊക്കെ കേട്ടിട്ട് പോവാണ്. പോകുന്നതിന് മുന്നേ ഒരു വാക്കും കൂടെ ബാലചന്ദ്രനോട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അതായത് അച്ഛൻ അലീന ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, ഞാനായിട്ട് തീരുമാനിച്ച് അല്ലല്ലോ, അവള് സ്വന്തമായിട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തൊക്കെയല്ലോ. കാരണം അവൾ പോയെങ്കിലേ നിൻ്റെ അമ്മ ഇവിടെ എത്തുള്ളൂ എന്നുള്ളതാണല്ലോ പുതിയ തീരുമാനം. അമ്മ വേണമെങ്കിൽ അച്ഛൻ വീട് വാടകയ്ക്ക് എടുത്ത് പൊക്കോട്ടെ, എന്നാലും അലീന ചേച്ചിയെ വിടണ്ട എന്നിങ്ങനെ കൃഷ്ണമോള് പറയും. അത് ഞാനാണോ? പക്ഷെ അലീന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ എത്ര പറഞ്ഞിരുന്നാലും അവൾ, കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഇതും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഒരു വല്ലാത്തൊരു വിഷമമായി. കാരണം എന്ന് വെച്ചാൽ ഇതിലെന്താ അഭിപ്രായം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ കൃഷ്ണമോള റൂമിൽ നിന്ന്, ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം നമ്മുടെ അലീന അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അലീന നോക്കുമ്പോൾ കൃഷ്ണമോളുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുകയാണ്. എന്ത് പറ്റി? അച്ഛനും മോളും കൂടെ ഭയങ്കര ഡിസ്കഷനിലായിരുന്നല്ലോ, എന്തേ മുഖമൊക്കെ വാടിയിരിക്കണേന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും, എന്തോ കാര്യമുണ്ട്, അലീന ചേച്ചിയോട് പറയുമെന്ന് പറയും. ഇല്ല അലീന ചേച്ചി, ഒന്നുമില്ല. എന്നിട്ട് പറയും, അതെ അലീന ചേച്ചിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ, പിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് പോണേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത് മോളെ, നിനക്കറിയാലോ ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ബബിതയെക്കാട്ടിലും അല്ലെങ്കിൽ രോഹിത്തിനെക്കാട്ടിലും എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. അലീന ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ, അതിനിപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കാണെങ്കിൽ എന്നെ കാണാമല്ലോ, പിന്നെന്താണ്. പക്ഷേ മാഡം ഒരു തീരുമാനം എടുത്തേക്കണം, അമ്മയുടെ തീരുമാനം എതിർക്കാൻ ഇനി എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും നിങ്ങളും ചേർന്നൊരു കുടുംബമായിട്ട് കാണുന്നതാണ് എനിക്ക് താല്പര്യം കൂടുതലെന്ന് പറയാം. നാളൊരു കാലം നിങ്ങൾ പറയരുത് അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടമായത് എന്നൊരവസ്ഥ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം, ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് മോളെന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അലീന ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തിയാണെങ്കിൽ ആ തീ പിടിച്ചണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് എടുക്കും തീരുമാനം, ഇനിയിപ്പോൾ അവൾ അവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാറേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഗംഗാധരനും ശിവശങ്കരനും ആകെ ടെൻഷനാണ്. കാരണം ബാലചന്ദ്രൻ സ്ഥലത്ത് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാണ്ട് ഇവരിയ്ക്കുന്നത്. ഇവരുടെ ഒരു തീരുമാനം എത്ര കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് നോക്കുക. കാരണം വൈജയന്തി ആ വീട്ടിൽ വന്നാലാണ് ഈ കഥകളൊക്കെ വൈജയന്തി അറിയത്തുള്ളൂ. പക്ഷേ ഇനി നമ്മുടെ സ്റ്റാൻലി കഥകളൊക്കെ അറിഞ്ഞ് ഇങ്ങെത്തുമോ എന്നുള്ളതും ടെൻഷനുണ്ട് ഗംഗാധരനും ശിവശങ്കരനും. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഗംഗാധരനെ കാണാൻ വേണ്ടി വരെയാണ്, ഗംഗാധരനെയും ശിവശങ്കരനെയും കൂടെ. ബാലചന്ദ്രനെ കണ്ടപ്പോൾ രണ്ടുപേരെയും നെഞ്ചിലൊരു വല്ലാത്ത അന്താളിപ്പായിരുന്നു. എന്തായിരിക്കും പറയാൻ പോണത്, അല്ലെങ്കിൽ എന്താ ബാലചന്ദ്രൻ പോയിട്ടുള്ള അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ബാലചന്ദ്രൻ അവരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണകത്ത് നിന്ന് എൻ്റെ ബാലചന്ദ്രൻ പറയും, ഗംഗേട്ടാ നിങ്ങൾ ഇത്രയ്ക്കും ഒരു ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതിയില്ല.
എന്തൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ആ മനുഷ്യനോട് കാണിച്ചിരിക്കുന്നത്? ഞാൻ കേണൽ സ്റ്റാൻലിയെ ഞാൻ കണ്ടു, സംസാരിച്ചു, പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയം തന്നെ നമ്മുടെ ഗംഗാധരൻ്റെയും അതുപോലെ ശിവശങ്കറിൻ്റെയും നെഞ്ചങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിൽ സ്റ്റാൻലി ഇവിടെ എത്തുകയും വൈജയന്തിയെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് അവർക്ക് ഉറപ്പായി. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞ ചില കാര്യങ്ങളും കഥകളും, കാരണം ആ മനുഷ്യനോട് ഇവരുടെ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ നായരും ഒക്കെ ചേർന്ന്, അമ്മാവനും ഒക്കെ ചേർന്ന് നടത്തിയ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് വല്ലാത്ത ഒരു ഇതാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും. കാരണം എന്ന് വെച്ചാൽ തൻ്റെ ജീവിതം, വൈജയന്തിയുമായിട്ടുള്ള ആ ജീവിതം കൈയെത്തുന്നതിനെക്കാട്ടിലും ദൂരത്തേക്ക് അകറ്റി മാറ്റിയതും കൊടും ക്രൂരത കാണിച്ചതും നിങ്ങളാണ് എന്ന കഥകളൊക്കെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. എന്നാലും ഇത്രയ്ക്ക് വേണോ? നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ക്രൂരതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ഗംഗാധരനോട് ചോദിക്കുകയാണ്. എന്തായാലും 10-22 വർഷം വെറും അതായത് ഒരു ചണ്ടി, നമ്മൾ പിഴിഞ്ഞ് കളയണ ഒരു ചണ്ടി, വെറും ഒരു വിഡ്ഢിയായി ജീവിതം വേഷം കെട്ടിയ ഒരുത്തനാണ് ഞാൻ. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ വേഷം അണിയാൻ താല്പര്യമില്ല ഗംഗേട്ട. അതുകൊണ്ട് അറിയേണ്ട സത്യങ്ങളെല്ലാവരും അറിയണം, അറിയേണ്ട കാര്യങ്ങളെല്ലാവരും അറിയുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് അലീനയുടെ കാര്യത്തിൽ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഥ ഇതൊക്കെ കേട്ടിട്ട് ഗംഗാധരനും ശിവശങ്കറിനും ഇനി വൈജയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം എന്തായാലും സ്റ്റാൻലി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയെ കാണാൻ വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും അയാളുടെ വായിൽ നിന്ന് തന്നെ വൈജയന്തി അറിയുകയും ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും, അതായത് സ്റ്റാൻലിക്കും വൈജയന്തിക്കും ഉണ്ടായ കുഞ്ഞാണ് അലീന എന്ന സത്യം അറിയുകയും ചെയ്യും വൈജയന്തി. അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഈ കുടുംബമൊക്കെ ഇനി ചിന്ന ഭിന്നമായി പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിപ്പോൾ ഇനി അടുത്ത ആഴ്ച വരുന്ന ഒരു ആഴ്ച അവിടെ ഇവിടെയുള്ള എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വിജയുള്ളൂ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.